വെൽക്കം. റഹ്മാനാണ്. യൂറിൻ ഫോർമേഷന്റെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്, പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. യൂറിൻ ഫോർമേഷൻ സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞത് ഗ്ലോമറോൾ ഫിൽട്രേഷൻ ഉണ്ട്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് ട്യൂബുലാർ റീ അബ്സോർഷൻ ആണ്. റീ അബ്സോർഷൻ അത് പല സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നു നമ്മൾ പറഞ്ഞു. ഒന്ന് PCT-ലാണ്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ എന്ത് സംഭവിക്കുന്നു, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ത് സംഭവിക്കുന്നു, കളക്ടിംഗ് ഡക്റ്റിൽ എന്ത് സംഭവിക്കുന്നു. അതിനുശേഷം നമുക്ക് പറയേണ്ടത് ട്യൂബുലാർ സെക്രീഷൻ. അപ്പൊ ഇത്രയും കൂടി നമുക്ക് പറയാനുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് കാണാം. ഫ്രം ഹിയർ ലൂപ്പ് ഓഫ് ഹെൻലി മുതൽ ട്യൂബുലാർ സെക്രീഷൻ വരെയുള്ള ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ഇവിടെ വരുന്ന ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി 300 ആണ്. 300 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ആണ്. അത് ഇതിലേക്ക് കൂടി അങ്ങോട്ട് ഒഴുകാണ്. ആ സ്പീഡ് 80 ആണ്. 80 ml പെർ മിനിറ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിങ്ങനെ ഒഴുകി ഇവിടെ എത്തുമ്പോഴത്തേക്കും സ്റ്റിൽ ഇറ്റ് ഈസ് 300 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ തന്നെയാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഫ്ലോ റേറ്റ് കുറയും. ഫ്ലോ റേറ്റ് കാരണം ഒരുപാട് സാധനങ്ങൾ ഇവിടെ അബ്സോർബ് ചെയ്ത് കഴിയും. എന്തൊക്കെ അബ്സോർബ് ചെയ്തു? മിക്കവാറും എവരിത്തിങ് അല്ലെ. അയോൺസ് എല്ലാം അബ്സോർബ് ചെയ്തു, അതിന്റെ കൂടെ വാട്ടറും കൂടി അബ്സോർബ് ചെയ്തു. അതുകൊണ്ടാണ് മില്ലി ഓസ്മോളാലിറ്റി ഇപ്പോഴും സെയിം ആയിട്ടിരിക്കുക. ആൻഡ് ഈ ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്രയും വാട്ടർ പെർമിയബിൾ ആണ് എന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ലൂപ്പ് ഓഫ് ഹെൻലിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലൂപ്പ് ഓഫ് ഹെൻലി ഇവിടെ സെൽസ് ഏതാന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെയുള്ള മറ്റേ സെൽസ് ഇല്ല. ഓക്കെ, ബ്രഷ് ബോർഡർ സെൽസ് ഇല്ല. ഇവിടെ നോർമൽ സെൽസ് ആണ്. നമ്മളപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സെല്ലായിരിക്കും വരയ്ക്കുക. ആൻഡ് ഇവിടെ മുകളിലേക്ക് കയറുന്ന ഭാഗം ദിസ് ഈസ് അസെൻഡിങ് ആണ്, ഇത് ഡിസെൻഡിങ് ആണ്. സോ അസെൻഡിങ്ങിന്റെ തിൻ സെഗ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്, ഇത് തിക്ക് സെഗ്മെന്റ്. ഈ അസെൻഡിങ് തിക്ക് സെഗ്മെന്റിൽ ഇപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സെല്ല് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഇങ്ങനെ ഒരു സെല്ല് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മറ്റേ ട്രാൻസ്പോർട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. ഏതാണത്? സോഡിയം പൊട്ടാസ്യം ATPase ഉണ്ട്. അത് സോഡിയം ബ്ലഡിലേക്ക് പമ്പ് ചെയ്യുന്നു, പകരം 2 പൊട്ടാസ്യം വരുന്നു. അപ്പൊ ഇവിടെ സോഡിയം കുറവാണ്. ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം. ആൻഡ് ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട് ഇൻ ദ ലൂമൻ സൈഡ്. അപ്പൊ ഇതാണ് ലൂമിനൽ സൈഡ്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടറിന്റെ പേര് ഇതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സോഡിയം തന്നെയാണ്. പൊട്ടാസ്യം ഉണ്ട് 2 ക്ലോർ. സോ ഇതാണ് ഇവിടെ ഉള്ളത് സോഡിയം പൊട്ടാസ്യം 2 ക്ലോർ ട്രാൻസ്പോർട്ട്. ഇത് ഒരു സോഡിയം ഒരു പൊട്ടാസ്യം 2 ക്ലോറിൻ അകത്തേക്ക് എടുക്കും. സോ ദിസ് ക്യാൻ ട്രാൻസ്പോർട്ട് ദീസ് തിങ്സ്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒക്കെ സെയിം ആണ്. ആൻഡ് ഇങ്ങനെ അകത്തേക്ക് കയറുന്ന ഈ സംഭവങ്ങൾ സോഡിയം അകത്ത് കയറി, പൊട്ടാസ്യം അകത്ത് കയറി, 2 ക്ലോറിൻ അകത്ത് ഇങ്ങനെ അകത്ത് കയറി. ഇവിടെ നമുക്കറിയാം പൊട്ടാസ്യത്തിന് ഇവിടെ ലീക്കി ചാനൽസ് ഉണ്ട്. സോ പൊട്ടാസ്യം തിരിച്ച് ലീക്കി ചാനൽസിലൂടെ ഇങ്ങോട്ടേക്ക് തന്നെ വരും, വീണ്ടും ലൂമനിലേക്ക് വരും. അപ്പൊ ഈ ഭാഗം പൊട്ടാസ്യം പോസിറ്റീവ് ആണ്, ഈ ഭാഗം കുറച്ച് പോസിറ്റീവ് ആണ്. അപ്പോഴത്തേക്കും താഴത്തുനിന്ന് അസെൻഡിങ് ആണല്ലോ, താഴത്തുനിന്ന് പിന്നെയും ഇങ്ങോട്ടേക്ക് വരുന്ന പല ആൾക്കാരുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള കാൽഷ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, സോഡിയം തന്നെ ഉണ്ട്, പൊട്ടാസ്യം തന്നെ ഉണ്ട്. ഇവരൊക്കെ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ പോസിറ്റീവ് ചാർജ് എത്തുമ്പോഴത്തേക്കും കുറച്ച് മടിക്കും ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ കാൽഷ്യവും മാഗ്നീഷ്യവും ഒക്കെ ഇതിനകത്ത് കൂടി നൂർന്ന്. അതാണ് കാൽഷ്യം മാഗ്നീഷ്യം ഒക്കെ ഏത് റൂട്ടിലാണ് പോകുന്നത് നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ പറയാ പാരാസെല്ലുലാർ റൂട്ടാണ്. ട്രാൻസെല്ലുലാറിൽ അതിന് പോകാൻ പറ്റില്ല. സോ പാരാസെല്ലുലാർ റൂട്ടിലൂടെ ഇതിന് റീഅബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ നമ്മൾ കണ്ടത് ഇതൊരു സിംപോർട്ടർ ആണ്. സിംപോർട്ടർ എല്ലാം ഒരുമിച്ച് അങ്ങോട്ടേക്കാണ് പോകും. ഇനി ഇവിടെ ഒരു ആന്റിപോർട്ടർ കൂടിയുണ്ട്. ആന്റിപോർട്ടർ സോഡിയത്തെ അകത്തേക്ക് എടുക്കും, പകരം നമുക്ക് ആര് കൊടുക്കണം? H+. അപ്പൊ ഈ ആന്റിപോർട്ടറിന്റെ പേര് എന്തായിരിക്കും? സോഡിയം പ്രോട്ടോൺ. സോ സോഡിയം പ്രോട്ടോൺ ആന്റിപോർട്ടർ. സോ അപ്പൊ സോഡിയം വീണ്ടും അകത്ത് കയറി സോഡിയത്തിനെ ഇങ്ങോട്ടേക്ക് ബ്ലഡിലേക്ക് കയറ്റാം. അങ്ങനെയും സോഡിയം റീഅബ്സോർബ് ചെയ്യാം ഇവിടെ. എങ്കിലും മേജർ മെക്കാനിസം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെക്കാനിസം ഇസ് ദിസ്. സോ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഈ ഡിസെൻഡിങ് സെഗ്മെന്റിൽ നിന്ന് വാട്ടറിന് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു. ഇവിടെ അയോൺസ് ക്യാൻ ഓൾസോ ഗോ. അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഓസ്മോളാലിറ്റി വിൽ ബി സെയിം തന്നെ ആയിരിക്കും, കാരണം വെള്ളം പോകുന്നുണ്ട്, ഇതും പോകുന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളം ഇവിടത്തേക്ക് ഇംപെർമിയബിൾ ആണ്, വെള്ളത്തിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. സൊല്യൂട്ട്സിന് പക്ഷെ പോകാം. സൊല്യൂട്ട്സ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അകത്തുനിന്ന് സോഡിയം ഇങ്ങനെ സോഡിയവും പൊട്ടാസ്യവും ക്ലോറിനും എല്ലാം പോവുകയാണ്, അകത്തേക്ക് റീഅബ്സോർബ് ചെയ്തു. ഇവിടെ കാൽഷ്യം ഒക്കെ റീഅബ്സോർബ് ചെയ്തിട്ടുണ്ട്. പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് കൂടും, സൊല്യൂട്ട് കണ്ടന്റ് കുറയും. വാട്ടർ കണ്ടന്റ് കൂടുകയും സൊല്യൂട്ട് കണ്ടന്റ് കുറയുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ ഫ്ലൂയിഡ് ഇപ്പോൾ ദാറ്റ് ബിക്കം ഹൈപ്പോ ഓസ്മോളാർ ആയി എന്നാണ് അർത്ഥം. ഹൈപ്പോ ഓസ്മോളാർ എന്ന് പറയുമ്പോൾ അതൊരു ഏകദേശം 200 to 100 വരെ താഴാം. 100 മില്ലി ഓസ്മോളാർ ആയിട്ട് താഴാം. അതിന്റെ അർത്ഥം ദിസ് ഏരിയ ഈസ് ഡയല്യൂട്ടഡ് ആയിട്ടാണ് വരിക. ഭയങ്കരമായിട്ട് വെള്ളം ചേർന്നിട്ടാണ് വരിക. ഡയല്യൂഷൻ ഓഫ് ഓസ്മോളാലിറ്റി. ഓസ്മോളാലിറ്റി വളരെ കുറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഒരുപാട് സോൾട്ട് അല്ലെങ്കിൽ അയോൺസ്, ഇലക്ട്രോലൈറ്റ്സ്, അയോൺസ് ഒക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ദിസ് ഏരിയ അവിടെ അയോണിക് കോൺസെൻട്രേഷൻ കൂടും. ആൻഡ് ദിസ് ക്യാൻ ഇൻക്രീസ്. ഇത് മെഡുല്ലയുടെ ഭാഗത്താണ്. ഇൻക്രീസ് മെഡുല്ലറി ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, അത് നമുക്ക് യൂറിൻ കോൺസെൻട്രേഷനിൽ പറയാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ നമുക്കിനി ലൂപ്പ് ഓഫ് ഹെൻലിയിലെ കണക്കെടുക്കാം. എന്തെല്ലാം റീഅബ്സോർബ് ചെയ്തു? ഏകദേശം 15 to 20% വാട്ടർ റീഅബ്സോർപ്ഷൻ അല്ല, അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ നോ വാട്ടർ റീഅബ്സോർപ്ഷൻ. വാട്ടറിനെ പ്രത്യേകിച്ച് ഇവിടെ റീഅബ്സോർപ്ഷൻ ഒന്നുമില്ല. ആൻഡ് ഏകദേശം 20 to 30% സോഡിയം അഡീഷണൽ. മറ്റേ
മറ്റേ ഇവിടുന്ന് 65 ഉണ്ടായിരുന്നു, ഇപ്പൊ അത്രയും കൂടി വന്നു. ഏകദേശം 20 to 30% പൊട്ടാസ്യം റീഅബ്സോർബ് ചെയ്തു, 35% ക്ലോറിൻ വന്നിട്ടുണ്ട്. കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം വേരിയബിൾ എമൗണ്ട് ഡിപ്പെൻസ്, അതനുസരിച്ച് അതും റീഅബ്സോർബ് ചെയ്യപ്പെട്ടു. സോ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുക. ലൂപ്പ് ഓഫ് എൻലി സംഭവിച്ചത് ഇതാണ്. യൂറിൻ മോളിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇത് മുകളിലേക്ക് വരികയാണ്. ഇവിടെ ഏകദേശം 100 മില്ലി ഓസ്മോളാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് മുകളിലേക്ക് എത്തുന്ന ഈ ഭാഗത്തെ നമ്മൾ ഏർലി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ എന്നാക്കിയ, നമ്മൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിനെ ഏർലി എന്നും ലേറ്റ് എന്നാക്കി തിരിക്കും. ആൻഡ് ഈ ഭാഗവും വാട്ടർ ഇംപെർമിബിൾ ആണ്, യൂറിയ ഇംപെർമിബിൾ ആണ്, ഓർത്തിരിക്കുക. ആൻഡ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതിന്റെ ഫ്ലോ റേറ്റ് ഈസ് ഓൺലി 25 ml/minute ആയി. ഇവിടെ 40 സംതിങ് ആയിരുന്നു, ഇവിടെ എത്തുമ്പോഴത്തേക്കും വീണ്ടും കുറവ്. സോ ഇവിടെ വെച്ച് എന്താ റീഅബ്സോർബ് ചെയ്യുക? ഓൺലി സൊല്യൂട്ട്സ് ആണ് റീഅബ്സോർബ് ചെയ്യുക. അതിനകത്ത് വെള്ളം അങ്ങനെ തന്നെ നടക്കുകയാണ്. മീൻസ് സൊല്യൂട്ട്സ് ഉള്ളത് വീണ്ടും കുറയുന്നതിന്റെ അർത്ഥം വാട്ടർ കൂടുന്നു എന്നാണ്, വെള്ളം മാത്രമായിട്ട് ചുരുങ്ങുകയാണ് ഇവിടെ. സോ ദിസ് ഏരിയ വി കോൾ ഇറ്റ് ആസ് ഡയല്യൂട്ടിംഗ് സെഗ്മെന്റ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ദിസ് ഏരിയ ഈസ് ഓൾസോ എ ഡയല്യൂട്ടിംഗ് സെഗ്മെന്റ് ആണ്. ആൻഡ് ഇവിടെ വെച്ച് എത്ര റീഅബ്സോർബ് ചെയ്യുന്നു വെച്ചാൽ ഒരു 5 to 8% സോഡിയം റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ദെൻ സംതിങ് അറൌണ്ട് 5% ക്ലോറിൻ റീഅബ്സോർപ്ഷൻ നടക്കും. സോ ഇതെങ്ങനെ നടക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു സെൽ ഞാൻ വരയ്ക്കാം. ഈ ഭാഗത്തെ ഒരു സെൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും നമ്മൾ ഇങ്ങനെ സെൽ വരച്ചു. ഇതാണ് എന്റെ ലൂമിനൽ സൈഡ്. ലൂമിനൽ സൈഡ് ഞാൻ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് വരയ്ക്കും. ലൂമിനൽ സൈഡിൽ ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് എ സിംപോർട്ടർ ആണ്. സിംപോർട്ടർ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കയറുമ്പോൾ മറ്റേ ആളും കൂടി അകത്ത് കയറാം. ആർ കയറുക? സോഡിയം കയറുകയാണ്. ഇവിടെ ക്ലോറിനും അകത്ത് കയറും. സോഡിയം കയറുമ്പോൾ നമുക്ക് ക്ലോറിനും അകത്ത് കയറാം. രണ്ടും അകത്തേക്ക് എടുക്കുന്നുണ്ട്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിളിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി നടക്കും. ഇതും ഓർത്തിരിക്കേണ്ട. അപ്പൊ ഒന്ന് ഓർത്തിരിക്കേണ്ട ഇതാണ്. രണ്ടാമത്തത്, ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്റർ നമ്മൾ PCT-യിൽ പറഞ്ഞാണ് ഈ ഭാഗം പഠിക്കുമ്പോൾ. ഇവിടെ ഒരു റിസപ്റ്റർ ഒന്നും ഇരിക്കുന്നു, അതിന്റെ പേര് പാരാത്തോർമോൺ ആണ്. ഇവിടെയും PTH. ഇവിടെ അത് ചെയ്തത് ഫോസ്ഫേറ്റ് റീഅബ്സോർപ്ഷൻ തടയുകയായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല ചെയ്യുക. ഇവിടെ ദിസ് വിൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് കാൽഷ്യം കാൽഷ്യം കൂടുതലായിട്ട് കിടത്തുന്ന ട്രാൻസ്പോർട്ടറുടെ എണ്ണം വർദ്ധിപ്പിക്കും. ബിക്കോസ് ഓഫ് ദിസ് ആക്ഷൻ ഇവിടെ വർദ്ധിപ്പിച്ചിട്ട് സെല്ലാർ മെക്കാനിസം ഒക്കെ ഉണ്ട്, നമുക്ക് ആവശ്യമില്ല. സോ കാൽഷ്യം ഈസ് മോർ റീഅബ്സോർബ്ഡ് ഹിയർ. അപ്പൊ കാൽഷ്യം സെല്ലിനകത്ത് വരും. ഈ കാൽഷ്യമിനെ ബ്ലഡിലേക്ക് കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ, സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ. സോ കാൽഷ്യം ബ്ലഡിലേക്ക് പോകും, സോഡിയം ആണ് ഇവിടെ വരുന്നത്. ഈ സോഡിയത്തെ നമ്മുടെ സോഡിയം ഇവിടെയുള്ള പമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തള്ളും, ഈ സോഡിയം അങ്ങോട്ടേക്ക് തള്ളും. സോ ഇതാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം. സോ ഹിയർ കാൽഷ്യം ഈസ് റീഅബ്സോർബ്ഡ് ഹിയർ. അപ്പോൾ നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. ഇതാണ് ലേറ്റ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അത് കഴിഞ്ഞ് കളക്ടിംഗ് ഡക്ട് CD. അപ്പൊ നമുക്കിത് ഒരുമിച്ച് പറയാം. ആൻഡ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇപ്പൊ വെറും 5% മാത്രമേ ഉള്ളൂ സൊല്യൂട്ട്സ് ഇതിനകത്ത്. ബാക്കി എല്ലാം റീഅബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കണ്ടെയ്ൻസ് ഓൺലി 5% ഓഫ് ദ സൊല്യൂട്ട്. സോ ഇവിടെ 2 തരം സെൽസ് ഉണ്ട്, 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. വൺ സെൽ ഈസ് കോൾഡ് ആസ് ദ പ്രിൻസിപ്പൽ സെൽസ് ആണ്, പ്രിൻസിപ്പൽ സെൽ. രണ്ടാമത്തത് ഇന്റർകലേറ്റഡ് സെൽസ് ആണ്, ഇന്റർകലേറ്റഡ് സെൽസ്. ആൻഡ് ഇവിടത്തെ ഈ ഭാഗത്തൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദീസ് സെൽസിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഹോർമോണൽ റെഗുലേഷൻ വഴിയാണ് കൺട്രോൾ ചെയ്യുക. ഹോർമോണൽ റെഗുലേഷൻസ് വഴി കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതിന്റെ അർത്ഥം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് ആവശ്യമുള്ളതുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ഇവിടെ കൂടുതലായിട്ട് എടുക്കുക. നമുക്ക് ആദ്യം ഇന്റർകലേറ്റഡ് സെൽസ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇന്റർകലേറ്റഡ് സെൽസ്, ഈ സെൽസിനകത്ത് കാർബോണിക് അൺഹൈഡ്രേസ് ഉണ്ട്. സോ ഇതാണ് ഇപ്പോൾ ഒരു ഇന്റർകലേറ്റഡ് സെൽ. കാർബോണിക് അൺഹൈഡ്രേസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഇത് നേരത്തെ ചെയ്ത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ കാർബോണിക് ആസിഡ് ഉണ്ടാക്കും. അത് H+ഉം ബൈകാർബണേറ്റും ആയിട്ട് മാറും. ആൻഡ് ദിസ് ബൈകാർബണേറ്റ് തിരിച്ച് വീണ്ടും ബ്ലഡിനകത്തേക്ക് പോകും. സോ ഇവിടെ ബ്ലഡ് വെസൽസിലേക്ക് ബൈകാർബണേറ്റ് വിൽ ബി ഗോയിങ് ഹിയർ. ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ ഈ H+നെ ഇങ്ങോട്ടേക്കായിരിക്കും തള്ളുക. H+. ഇതിനെ അപ്പം എന്ത് വിളിക്കും നമ്മൾ? ഒരു ആക്റ്റീവ് പ്രോട്ടോൺ ആക്റ്റീവ് ട്രാൻസ്പോർട്ടർ ആണ്, അല്ലെങ്കിൽ പ്രോട്ടോൺ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി H+നെ ലൂമൻ എന്ന് പറഞ്ഞാൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്തേക്ക്, അല്ലെങ്കിൽ യൂറിൻ, ഭാവിയിൽ യൂറിൻ ആകാനുള്ള സ്ഥലം, അവിടത്തേക്ക് തള്ളും. സോ ഈ H+ ഇവിടെ എത്തി. ഈ H+ സെക്രീറ്റ് ചെയ്ത് ഈ H+ ഇവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുള്ള ഹൈഡ്രജൻ ഫോസ്ഫേറ്റുമായിട്ട് ചേരുന്നു. ഹൈഡ്രജൻ ഫോസ്ഫേറ്റുമായിട്ട് ചേർന്ന് ഡൈ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഡൈ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഇനി ഇവിടെ H+ അമോണിയ ആയിട്ട് ചേർന്ന് NH3 ആയിട്ട് ചേർന്നിട്ട് H+ കൂടി ചേർന്നാൽ NH4+. നമ്മൾ അമോണിയം അയോൺ എന്നാണ് പറയുന്നത്. സോ അമോണിയവും ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആയിട്ട് എക്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നഷ്ടപ്പെടുക? H+ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സോ ദിസ് ഏരിയ, ഈ ഏരിയക്ക് ആസിഡ് ബേസ് ബാലൻസിൽ ഒരു റോൾ ഉണ്ട്. സോ ദിസ് ഏരിയ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ആസിഡ് ബേസ് ബാലൻസ്. രണ്ടാമത്തെ സെല്ല് പ്രിൻസിപ്പൽ സെൽസ് ആണ്. ഇപ്പൊ ഞാൻ പ്രിൻസിപ്പൽ സെൽസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ലൂമൻ. ആൻഡ് പ്രിൻസിപ്പൽ സെൽസിൽ ഇവിടെ ഒരു സോഡിയം ചാനൽ ഉണ്ട്. ഈ സോഡിയം ചാനലിന്റെ പേര് ENaC സോഡിയം ചാനൽ, എപ്പിത്തീലിയൽ സോഡിയം ചാനൽ എന്നാണ് പറയുക. ആൻഡ് ദിസ് ആക്ട്സ്, ഇത് ആക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ബൈൻഡ് ചെയ്യുമ്പോൾ
ഇവിടെ ഇതിനകത്തൊക്കെ കിടക്കുന്ന എപ്പിത്തീലിയം സോഡിയം ചാനൽ ഇവിടെ കൂടുതലായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് കൂടുതലായിട്ട് സോഡിയം ചാനൽ ഉണ്ടാകും. അപ്പോൾ സോഡിയം കൂടുതലായിട്ടകത്ത്. സോ ഈ ഏരിയയിൽ സോഡിയം റീഅബ്സോർപ്ഷൻ ഈസ് നൗ മോർ. ഭയങ്കരമായിട്ട് സോഡിയം അകത്തേക്ക് കയറുന്നുണ്ട്. സോഡിയം അകത്ത് കയറുമ്പോൾ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കൂടും. അപ്പോൾ പോസിറ്റീവ് ചാർജ് പുറത്തേക്ക് ആരെങ്കിലും പോയേ പറ്റൂ. പകരം ആര് പോകും എന്ന് വെച്ചാൽ പൊട്ടാസ്യം ആണ് പുറത്തേക്ക്. സോ ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ചേഞ്ച് അല്ല. ഇവിടെ കൂടുമ്പോൾ പകരം പോകാനായിട്ട് പൊട്ടാസ്യം. സോ ഇവിടെയാണ് ഇപ്പോൾ പൊട്ടാസ്യം ധാരാളമായിട്ട് എക്രീറ്റ് ചെയ്യുന്നുണ്ട്, യൂറിനിലേക്ക് കടന്നുവിടുന്ന ഒരു ഭാഗമാണ് ഇത്. ഇനി ഈ പ്രിൻസിപ്പൽ സെൽസിൽ വേറെ ഒരു ഹോർമോണിന് കൂടി പ്രവർത്തിക്കാം. ആ ഹോർമോണിന്റെ പേര് ഇവിടെ ആയിരിക്കുമല്ലോ പ്രവർത്തിക്കുക. ആ ഹോർമോണിന്റെ പേര് ADH, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ ആണ്. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുക V2 റിസപ്റ്റർ. കാരണം ആന്റി ഡയൂറിറ്റിക് ഹോർമോണിന് വാസോപ്രസിൻ എന്നൊരു പേര് കൂടിയുണ്ട്. സോ വാസോപ്രസിന്റെ V2 റിസപ്റ്ററിൽ പിടിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവേണ്ട കുറെ അക്വാപോറിൻ ചാനൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടായിട്ടിരിപ്പുണ്ടാവും. ഇതിനെല്ലാം ഈ ഭാഗത്തേക്ക്. സോ അക്വാപോറിൻ ചാനൽ ഒരുപാട് ലൂമിനൽ സൈഡിലേക്ക് കൂടുതലായിട്ട് നിയോഗിക്കുകയും ഇതേപോലെ തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ അക്വാപോറിൻസ് ആണ്. അക്വാ മീൻസ് വാട്ടർ, വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നു. സോ വാട്ടർ റീഅബ്സോർപ്ഷൻ ഒരുപാടായിട്ട് ഇവിടെ നടക്കും. സോ ഈ ചാനലിന്റെ പേര് അക്വാപോറിൻ A2 ചാനൽ എന്നാണ് ഈ ചാനലിന്റെ പേര്. സോ വാട്ടർ റീഅബ്സോർപ്ഷൻ ആൻഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ADH ആണ്. വെറുതെ വാട്ടർ തിരിച്ചെടുക്കുകയല്ല. ഇവിടെയൊക്കെ വാട്ടർ ഇംപെർമിബിൾ ആണ്. ഓൺലി ത്രൂ അക്വാപോറിൻ ചാനൽ മാത്രമേ വെള്ളം കളക്ടിംഗ് തരും ഈ ഭാഗത്തേക്കൊക്കെ കയറാനായിട്ട് പറ്റും. സോ വാട്ടർ ഈസ് റീഅബ്സോർബ് ഇവിടെ വെച്ചിട്ടാണ്. ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ADH വാട്ടർ ഈസ് ബീൻ റീഅബ്സോർബ്. സോ അപ്പൊ ഈ റീഅബ്സോർപ്ഷനെ ഇവിടെയൊക്കെ നമ്മൾ വിളിച്ചത് എന്ത് റീഅബ്സോർപ്ഷൻ എന്നാണ് പറഞ്ഞത്? ഒബ്ലിഗേറ്റീവ് റീഅബ്സോർപ്ഷൻ എന്നാണ് പറഞ്ഞത്. കാരണം അയോൺസ് പോകുമ്പോൾ അതിനൊപ്പം പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ല, വാട്ടറിനെ പ്രത്യേകം റീഅബ്സോർബ് ചെയ്യാണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുക ഫാക്കൽറ്റേറ്റീവ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ് ഇവിടെ നടക്കുക. രണ്ടും വാട്ടർ തന്നെയാണ് റീഅബ്സോർബ് ചെയ്യുക, പക്ഷേ വ്യത്യാസം ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്രയും ഭാഗം വാട്ടർ ഇംപെർമിബിൾ ആണ് ആൻഡ് ഓൾസോ യൂറിയം. ഈ ഭാഗം വാട്ടർ ഇംപെർമിബിൾ ആണ്, യൂറിയ ഇംപെർമിബിൾ ആണ്. പക്ഷെ ഇവിടെ ഈ ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും യൂറിയക്ക് പെർമിഷൻ കിട്ടും. സോ യൂറിയ ഈ ഭാഗത്ത് യൂറിയ പെർമിബിൾ ആണ്. അങ്ങോട്ടും കടക്കാം ഇങ്ങോട്ടും കടക്കാം. സോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ് ഇൻ യൂറിൻ കോൺസെൻട്രേഷൻ. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ ഇത്രയാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. സോ നമ്മൾ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ട്യൂബുലാർ സെക്രീഷൻ ആണ്. ട്യൂബുലാർ സെക്രീഷൻ എന്ന് വെച്ചാൽ ബ്ലഡിൽ നിന്ന് സെല്ലിനകത്തേക്ക് ഇങ്ങോട്ടേക്കോ ബ്ലഡിൽ നിന്ന് ഇങ്ങോട്ടേക്കോ, ഇവിടെയൊക്കെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, ഇതിനകത്തേക്കോ. സോ ഇൻ ടു ദ ലൂമനകത്തേക്കാണ്. സോ ഇറ്റ് ക്യാൻ ബി എക്രീറ്റഡ് ഔട്ട് ത്രൂ യൂറിനിലൂടെ പുറത്തേക്ക് കളയാം. ഏറ്റവും അധികം നമ്മൾ ഓൾറെഡി കുറെ സെക്രീഷൻ കണ്ടു കഴിഞ്ഞു പല ഭാഗത്തും. ഇവിടുന്ന് അകത്തേക്ക് സെക്രീറ്റ് ചെയ്ത് H+ ആണ് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പൊ ബ്ലഡിന്റെ ആസിഡിറ്റി കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗമാണ്, pH കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ്. വേറൊരു pH കുറയ്ക്കാനുള്ള മാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞേക്കാം. അത് ഇവിടെയാണ് നടക്കുക. ആ സെല്ല് ഇപ്പൊ ഇതാണെങ്കിൽ PCT സെല്ല് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇവിടെ ഗ്ലൂട്ടമിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്, അത് ഓക്സിഡൈസ് ചെയ്തിട്ട് 2 ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. സോ ഈ ബൈകാർബണേറ്റ് ബ്ലഡിനകത്തേക്ക് നമുക്ക് തള്ളിവിടാം. സോ ഗ്ലൂട്ടമിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് പൊടിച്ചിട്ട് ബൈകാർബണേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ബ്ലഡിന്റെ ആസിഡിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. പകരം വരുന്നത് ബൈകാർബണേറ്റ് ഇങ്ങോട്ട് കയറ്റുമ്പോൾ 2 ക്ലോറിനായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. സോ ക്ലോറിൻ നമുക്ക് സെക്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ സെക്രീഷൻ അതല്ല. ഈ ഗ്ലൂട്ടമിനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാതെ ഡീഅമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അമിനോ ഗ്രൂപ്പ് മാറ്റും. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് അമോണിയ. 2 അമോണിയ കിട്ടുകയാണെങ്കിൽ ആ അമോണിയ ഇങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ H+ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ അമോണിയയും ഇതും കൂടി ചേർന്നിട്ട് അമോണിയം അയോൺ ഫോർമേഷൻ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് കണ്ടതാണ്. അമോണിയ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. അത് ലൂമനിലൂടെ വരുന്നതായിരിക്കാം. അതല്ലാതെ ഇവിടെ നിന്ന് ഗ്ലൂട്ടമിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്ന് നമുക്ക് അമോണിയ ഉണ്ടാക്കിയിട്ടും ഈ പരിപാടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ലൂമനിലേക്ക് ഇത് ഉപയോഗിച്ചിട്ട് തള്ളാനായിട്ട് പറ്റും, സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ് ആസ് എ ബഫറിംഗ് മെക്കാനിസം ആണ്. ബഫറിംഗ് മെക്കാനിസം ഇതും PCT-ലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സെൽ വരയ്ക്കുന്നത്. ഇനി ഇവിടെ സെക്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ എൻഡോജീനസ്, നമുക്ക് ആവശ്യമില്ലാത്ത എൻഡോജീനസ് സബ്സ്റ്റൻസസ് ആരൊക്കെയാണ്? യൂറിക് ആസിഡിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് തള്ളിവിടാം. അതർ ഓർഗാനിക് ആസിഡിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് തള്ളാം. ബൈൽ ആസിഡിനെ നമുക്ക് തള്ളിവിടാം. ഓക്സലേറ്റ്സിനെ നമുക്ക് തള്ളി. ഇനി ഇതൊക്കെ എൻഡോജീനസ് ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ ശരീരത്തിന് പുറത്തുനിന്ന് കഴിക്കുന്ന മരുന്നുകളായിട്ട് കഴിക്കുന്ന, ഉദാഹരണം എക്സോജീനസ് നമുക്ക് വിളിക്കാം. പുറത്തുനിന്ന് കഴിക്കുന്ന ആരൊക്കെയാണ്? ഉദാഹരണം പെനിസിലിൻ എന്ന് പറയുന്ന മരുന്നുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇതിനകത്തേക്ക് തള്ളിവിടാം. സെഫാലോസ്പോറിൻ എന്ന് പറയുന്ന സംഭവം, അതും മരുന്നാണ്, അതിനെ തള്ളിവിടാം. പ്രൊബൻസിഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതിനെയും തള്ളിവിടാം. ദെൻ ഡയൂററ്റിക്സ് നമ്മൾ കഴിക്കുന്ന മൂത്രവർദ്ധിനി മരുന്നുകൾ തള്ളിവിടാം. ദെൻ മോർഫിൻ പോലെയുള്ള മരുന്നുകൾ. സോ ഇങ്ങനെയുള്ള പല പുറത്തുനിന്നുള്ള സാധനങ്ങളെ നമുക്ക് യൂറിനിലൂടെ കളയണമെങ്കിൽ ഇതിനകത്തേക്ക് സെക്രീറ്റ് ചെയ്യാം. അതിനെയും നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ. സോ സെക്രീഷൻ ഈസ് ഫോർ എൻഡോജീനിയസ് ആൻഡ് ഓൾസോ ഫോർ എക്സോജീനിയസ്. സോ ട്യൂബുലാർ സെക്രീഷൻ വഴി PCT-യിൽ നിന്ന് മരുന്നുകൾ ഈ പറയുന്ന എൻഡോജീനിയസ് സബ്സ്റ്റൻസസ് ആൻഡ് ദീസ് ഡ്രഗ്സ്. ദെൻ H+ is secreted. Then creatinine
renin is secreted, ammonia is secreted. So ഇത്രയും കാര്യം. ലൂപ്പ് ഓഫ് എൻലിയിൽ നിന്ന് എച്ച് പ്ലസ് ആൻഡ് യൂറിയ ആണ് ഇവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഫ്രം ദിസ് ഏരിയ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുക എച്ച് പ്ലസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട് ആൻഡ് ഓൾസോ അമോണിയ. ആൻഡ് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് എച്ച് പ്ലസും പൊട്ടാസ്യവും. സോ ഇത്രയാണ് സെക്രീഷൻ. സോ സെക്രീഷൻ കഴിഞ്ഞ അവസാനം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഗ്ലോമറ ഫിൽട്രേറ്റ് ഈസ് നൗ കൺവേർട്ടഡ് ഓർ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഫോംഡ് ആസ് യൂറിൻ. സോ ഇത് കളക്ടിംഗ് ഡക്റ്റ് ആണ്. കളക്ടിംഗ് ഡക്ട് കഴിഞ്ഞാൽ പാപ്പിലറി ഡക്ട്സ്. അത് കഴിഞ്ഞ് അവസാനിക്കുന്നത് കാലിസസ് കഴിഞ്ഞ് അവസാനിക്കുന്നത് റീനൽ സൈനസിലൊന്ന് അവസാനിക്കുന്നു. അവിടുന്ന് പെൽവേസ് ദെൻ യൂറിറ്റർ. സോ ദിസ് ദ ഫോർമേഷൻ ഓഫ് യൂറിൻ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ ഗ്ലോമറ ഫിൽട്രേഷൻ പറഞ്ഞു, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ പറഞ്ഞു, ട്യൂബുലാർ സെക്രീഷൻ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു for watching.